നമസ്കാരം. ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച 6ാമത്തെ സമൻസും ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ ഒഴിവാക്കിയതിനെതിരെ അന്വേഷണ ഏജൻസി ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത്. കെജ്രിവാളിന് നൽകിയ ആദ്യ 3 സമൻസുകൾ മനഃപൂർവ്വം ലംഘിച്ചതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അഥവാ IPC 174 സെഷൻ പ്രകാരം അന്വേഷണ ഏജൻസി ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കെജ്രിവാൾ സമൻസുകൾ ഒഴിവാക്കിയത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അതുവഴി കെജ്രിവാൾ കുറ്റം ചെയ്തതായി കോടതി അംഗീകരിച്ചതായി കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. നമുക്കറിയാം, ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് 1-2 തവണയല്ല ഈ അരവിന്ദ് കെജ്രിവാളിന് ED നോട്ടീസ് അയക്കുന്നത്. പക്ഷേ ഇത്രയധികം നോട്ടീസുകൾ ലഭിച്ചിട്ടും അദ്ദേഹം ഒരിക്കൽ പോലും അന്വേഷണത്തോട് സഹകരിക്കാനോ ചോദ്യം ചെയ്യലിന് ഹാജരാവാനോ തയ്യാറായിരുന്നില്ല. എന്തായാലും കെജ്രിവാളിനോട് നേരിട്ട് ഹാജരാവാൻ നിർദ്ദേശം നൽകണമെന്ന് ED കോടതിയിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കോടതി ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് മാത്രമേ അരവിന്ദ് കെജ്രിവാളിനെ നയിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു അപ്രതീക്ഷിത നീക്കം, അതായത് ഈ സമൻസുകൾ കൈപ്പറ്റാത്തതിനെതിരെ, ഇത് ഒഴിവാക്കിയതിനെതിരെ ഒരിക്കലും അന്വേഷണ ഏജൻസി ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ അതിന്റെ നേതാക്കളോ ഒന്നും വിചാരിച്ചതല്ല. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ആരോപണത്തിന്റെ ഭാഗമായി തന്നെ നിലനിൽക്കും. അതായത് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ താൻ പ്രചരണത്തിന് ഇറങ്ങുന്നത് തടയാൻ വേണ്ടിയാണ് BJP ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയായിരുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ നിലനിൽക്കില്ല. കാരണം 6ാമത്തെ സമൻസും കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഒഴിവാക്കിയത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ ED ഉയർത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 174 പ്രകാരം അരവിന്ദ് കെജ്രിവാളിനെതിരെ പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.